കായിക കേരളത്തിന് അഭിമാനകരമായ ഒരു തീരുമാനമാണ് ഇന്നത്തെ ക്യാബിനറ്റിൽ പ്രത്യേകമായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി ഔട്ട് ഓഫ് അജണ്ടയുടെ ഭാഗമായി തന്നെ വന്ന നോട്ടിൽ വളരെ പ്രധാനമായൊരു സുപ്രധാനമായ തീരുമാനമെടുത്തിട്ടുള്ളത്. നമ്മുടെ അഭിമാനമായി കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ശ്രീശങ്കർ മുരളിയും കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ മുഹമ്മദ് ബാസിൽ, അതുപോലെ തന്നെ ഫൈനലിസ്റ്റുകളായി എത്തിച്ചേർന്ന സജൻ പ്രകാശും അൻസ ബാബുവിനും, ഏഷ്യൻ ഗെയിംസ് അണ്ടർ 23 സ്വർണ്ണ മെഡൽ നേടിയ സാന്ദ്രാമോൾ സാബുവിനും, ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 12 ചാമ്പ്യനായ ദിവി ബിജേഷ് അടക്കമുള്ള കായിക താരങ്ങളുടെ പാരിതോഷികത്തെ സംബന്ധിച്ച് സംസ്ഥാന പറയാം. കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ ശ്രീശങ്കർ മുരളി, കോമൺവെൽത്ത് ഗെയിംസിൽ തന്നെ അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ മുഹമ്മദ് ബാസിൽ, കോമൺവെൽത്ത് ഗെയിംസിൽ സ്വിമ്മിങ്ങിൽ ഫൈനലിസ്റ്റായ സാജൻ പ്രകാശ്, കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ ഫൈനലിസ്റ്റായ അൻസ ബാബു, ഏഷ്യൻ ഗെയിംസ് അണ്ടർ 23 അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ സാന്ദ്രാമോൾ സാബു, ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 12 ചാമ്പ്യനായ ദിവി ബിജേഷ് എന്നിവർക്ക് കായിക കേരളത്തിൻ്റെ പാരിതോഷികങ്ങൾ എത്രയാണ് പ്രഖ്യാപിക്കുന്നതെന്നടക്കമുള്ള നിരവധിയായ ചോദ്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഞാൻ സോഷ്യൽ മീഡിയക്കകത്ത് കുറേയേറെ പ്രചരണങ്ങൾ കണ്ടു. തമിഴ്നാട് വലിയ രീതിയിലുള്ള പ്രഖ്യാപനം നടത്തി, ബീഹാറും ഒഡീഷയും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രഖ്യാപനങ്ങൾ നടത്തി. കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊന്നും ഉണ്ടായില്ല എന്നതടക്കമുള്ള വലിയ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ സമൂഹ മാധ്യമത്തിൽ കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങളായി നിലനിൽക്കുകയായിരുന്നു. ദിവി ബിജേഷ് എന്നാൽ നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പാരിതോഷികത്തിൻ്റെ ക്രമം നിൽക്കുന്നത് 2007 അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പാരിതോഷികത്തിൻ്റെ ക്രമം തന്നെയാണ് നിലനിൽക്കുന്നത്. അതുപ്രകാരം സ്വർണ്ണ മെഡൽ നേടുന്നവർക്ക് 5 ലക്ഷവും, വെള്ളി നേടുന്നവർക്ക് 3, പിന്നീടുള്ളവർക്ക് 2 ലക്ഷം രൂപയൊക്കെയാണ് പാരിതോഷികം ഉണ്ടായിരുന്നത്. അതങ്ങനെ തന്നെ പ്രഖ്യാപിക്കാൻ ഏത് നിമിഷവും സാധിക്കും. പക്ഷേ അത് ഈ കുട്ടികളെ അപമാനിക്കുന്നതിന് തുല്യമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നടപടിക്രമങ്ങൾ പാലിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രസിഡന്റ് കൂടി പരിശോധിച്ച് ഇവർക്ക് അർഹമായ സമ്മാന തുക പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് കായിക വകുപ്പ് തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഫയലിൽ പരിശോധിച്ചതിൽ നിന്ന് 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഉൾപ്പെടെ നൽകിയിട്ടുള്ള സമ്മാന തുകകൾ പരിശോധിച്ചതിൽ സ്വർണ്ണ മെഡൽ നേടിയ എൽദോസ് പോളിന് 20 ലക്ഷവും, വെള്ളി നേടിയ ആളുകൾക്ക് 10 ലക്ഷവും, അബ്ദുള്ള അബൂബക്കറിനും അതോടൊപ്പം തന്നെ അത്ലറ്റിക്സ് ട്രിപ്പിൾ ജമ്പിൽ എം ശ്രീശങ്കറിനൊക്കെ 10 ലക്ഷം രൂപയും, ഹോക്കിയിൽ വെള്ളി നേടിയ PR ശ്രീജേഷിന് 10 ലക്ഷം, ബാഡ്മിൻ്റണിൽ വെള്ളി മെഡൽ നേടിയ ട്രെസ ജോളിക്ക് 10 ലക്ഷം എന്നിങ്ങനെയാണ് പ്രഖ്യാപിച്ചിരുന്നത്. അത് ക്യാബിനറ്റ് ഡിസിഷൻ്റെ ഭാഗമായിട്ടാണ് ആ സമ്മാന തുക പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ നിലവിൽ ഈ മെഡൽ നേടിയ ജേതാക്കളുടെ വിശദാംശങ്ങൾ ശേഖരിക്കുകയും അതിൻ്റെ ഭാഗമായി അതോടൊപ്പം തന്നെ സമാനമായ നേട്ടം കൈവരിച്ച മറ്റ് സംസ്ഥാനങ്ങളിലെ മത്സരാർത്ഥികൾക്ക് അവർ നൽകിയിട്ടുള്ള പാരിതോഷികങ്ങൾ കൂടി പരിഗണിച്ചു. സംസ്ഥാന ഗവൺമെൻറ് ഇന്നെടുത്ത തീരുമാനം കഴിഞ്ഞ 10-ാം തീയതി മുഖ്യമന്ത്രി അംഗീകരിച്ച ക്യാബിനറ്റിൻ്റെ സ്പെഷ്യൽ നോട്ട് OA ആയിട്ട് അംഗീകരിക്കപ്പെട്ട റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ മുഹമ്മദ് ബാസിലിന് 100 മീറ്റർ, ശ്രീശങ്കർ മുരളിക്ക് വെള്ളി മെഡൽ നേടിയ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ശ്രീശങ്കർ മുരളിക്ക് ലോങ് ജമ്പിലാണ് 20 ലക്ഷം രൂപയും, അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ മുഹമ്മദ് ബാസിലിന് 20 ലക്ഷം രൂപയും, ഏഷ്യൻ ഗെയിംസ് അണ്ടർ 23 സ്വർണ്ണ മെഡൽ നേടിയ സാന്ദ്രാമോൾ സാബുവിന് 20 ലക്ഷം രൂപയും, ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 12 ചാമ്പ്യനായ ദിവി ബിജേഷിന്, ചെസ്സിൽ ചാമ്പ്യനായ ദിവി ബിജേഷിന് 20 ലക്ഷം രൂപ വീതവും, കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഫൈനലിസ്റ്റുകളായി മാറിയ സജൻ പ്രകാശിന് സ്വിമ്മിങ്ങിൽ അദ്ദേഹത്തിന് 5 ലക്ഷം രൂപയും, കോമൺവെൽത്ത് ഗെയിംസിൻ്റെ അത്ലറ്റിക്സിൽ ഫൈനലിസ്റ്റായ അൻസ ബാബുവിന് 5 ലക്ഷം രൂപയും അടക്കമുള്ള 90 ലക്ഷം രൂപയുടെ പാരിതോഷികങ്ങൾ ഇന്നത്തെ ക്യാബിനറ്റിൻ്റെ പ്രത്യേകമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. കൂടാതെ കോമൺവെൽത്ത് ഗെയിംസിലെ വെള്ളി മെഡൽ ജേതാക്കളായ ശ്രീശങ്കർ മുരളിയുടെയും മുഹമ്മദ് ബാസിലിൻ്റെയും പരിശീലകർക്ക് 2 ലക്ഷം രൂപ വീതം ക്യാഷ് അവാർഡും അനുവദിക്കാവുന്ന കാര്യം കൂടി ഇന്നത്തെ ക്യാബിനറ്റിൻ്റെ ഭാഗമായി തീരുമാനത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയാണ്.
ഇപ്പോൾ 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിൻ്റെ പ്രകാരം കായിക വികസന നിധി പ്ലാൻ ശീർഷകത്തിൽ 10 കോടി രൂപയാണ് വകയിരുത്തിയത്. അതിൽ നിന്നാണ് കായിക യുവജനകാര്യ ഡയറക്ടറേറ്റിൻ്റെ കായിക വികസന നിധിയിൽ നിന്നാണ് ഈ പണം ഇവർക്ക് അനുവദിക്കാൻ വേണ്ടി തീരുമാനമെടുത്തത്. അപ്പോൾ കേരളത്തിലെ കായിക രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിച്ച മത്സരാർത്ഥികളെ കേരളം അവഗണിക്കുകയാണ് എന്നുള്ള ഒരു പരാതിയാണ് ഉയർന്നിരുന്നത്. തമിഴ്നാടും മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ കേരളം പോലെ താരതമ്യം ചെയ്യാവുന്ന സംസ്ഥാനങ്ങളല്ല, വലിയ സംസ്ഥാനങ്ങളാണ്, വലിയ രീതിയിൽ റവന്യൂ ഉള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ അവരെല്ലാം തന്നെ പ്രഖ്യാപിച്ച പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ച അതേപോലെ തന്നെ അതിനോടൊപ്പം പിന്നെ ഉള്ള തുക തന്നെയാണ് കേരളവും പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിലെ കായിക രംഗത്തെ ചെറുപ്പക്കാരുടെ മത്സരാർത്ഥികളുടെ അവരുടെ പ്രൈഡ് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് അത് സംസ്ഥാന ഗവൺമെൻറ് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. 2036 ഒളിമ്പിക്സിന് വേണ്ടുന്ന തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് സംസ്ഥാനത്ത് കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 2036 ഒളിമ്പിക്സിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ മെഡൽ നേടാൻ വേണ്ടി സാധിക്കുക കേരളത്തിന് സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കായിക മേഖലയിൽ നിൽക്കുന്ന മത്സരാർത്ഥികളെ സംബന്ധിച്ച്, ചെറുപ്പക്കാരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ആത്മവിശ്വാസം പകരാനും അവരുടെ നേട്ടങ്ങളെ സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും ഉയർന്ന രീതിയിൽ തന്നെ പരിഗണിക്കും എന്ന ഒരു തീരുമാനമാണ് സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഇന്നെടുത്തിട്ടുള്ള ഈ പ്രഖ്യാപനങ്ങളുടെ ഭാഗമായിട്ടുള്ളത്. നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുള്ളതുകൊണ്ടും ക്യാബിനറ്റിൽ ഈ വിഷയങ്ങൾ വളരെ കൃത്യമായി തന്നെ നടപടിക്രമങ്ങളുടെ ഭാഗമായി തന്നെ വരേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ചെറിയൊരു കാലതാമസം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ കാലതാമസം അത്ര വലിയ കാലതാമസമല്ല. അത് ഉയർന്ന രീതിയിൽ തന്നെ വളരെ ഉയർന്ന പാരിതോഷികങ്ങൾ തന്നെ പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ചെറിയൊരു കാലതാമസം മാത്രമാണ്. ഈ മത്സരാർത്ഥികളെല്ലാം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് അവർക്ക് ഭാവിയിൽ നല്ലത് എന്നതടക്കമുള്ള ചില പരിഹാസ രൂപേണയുള്ള സോഷ്യൽ മീഡിയ മീമുകളൊക്കെ വളരെ വലിയ രീതിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയക്കകത്തൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. കേരളത്തിന് വേണ്ടി അഭിമാനകരമായ നേട്ടം കൈവരിക്കുന്ന ഒരു കായിക താരത്തെയും സംസ്ഥാന ഗവൺമെൻറ് കൈവിടില്ല എന്ന ഉറച്ച പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് എങ്ങനെയാണോ തമിഴ്നാടും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പ്രഖ്യാപിച്ചത് സമാനമായ രീതിയിൽ തന്നെ ഉയർന്ന പാരിതോഷികം പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. വലിയ വർധനവാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായി വരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വെള്ളി മെഡൽ നേടിയ ആളുകൾക്ക് നൽകിയിരുന്നത് 10 ലക്ഷം രൂപയാണെങ്കിൽ നമ്മൾ ഇന്ന് എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി അത് 20 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചു. മുൻകാലങ്ങളിൽ നൽകിയിരുന്നത് വെള്ളി മെഡൽ നൽകിയിരുന്ന പണത്തേക്കാൾ കൂടുതൽ തുക ഈ ഗവൺമെൻറ് ഭാഗമായിട്ട് നൽകാൻ വേണ്ടി തീരുമാനിച്ചു. അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, അവർക്ക് വീണ്ടും കായിക മേഖലയിൽ തുടരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, വീണ്ടും മത്സരരംഗത്ത് തുടരുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും മികച്ച രീതിയിൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ആത്മവിശ്വാസവും മത്സരബുദ്ധിയും അവർക്ക് കൈമാറുക, അവരുടെ നേട്ടങ്ങളെ സംസ്ഥാന ഗവൺമെൻറ് അഭിമാനത്തോടു കൂടി തന്നെ വലിയ രീതിയിൽ തന്നെ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു വസ്തുത കൂടി പറയുക എന്നുള്ളതൊക്കെയാണ് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിച്ചത്. കായിക താരങ്ങളെ വളരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു തീരുമാനമാണ് ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകമായ ക്യാബിനറ്റ് തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്നിട്ടുള്ളത്. ഈ തീരുമാനത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ 10-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ക്യാബിനറ്റ് നോട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചത്. ഇന്ന് ക്യാബിനറ്റിൽ അത് തീരുമാനമായതിനു ശേഷം മാത്രം പറയാമെന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ദിവസം ഈ തീരുമാനം പ്രഖ്യാപിക്കാൻ വേണ്ടി വൈകിയത്. ഈ ശ്രീശങ്കർ ഉൾപ്പെടെ ഒഡീസ പോലുള്ള സംസ്ഥാനങ്ങൾ അവിടേക്ക് ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ കായിക താരങ്ങൾക്ക് ജോലി പ്രധാനമായിട്ട് ഈ പരിശീലന ചെലവ് അതുപോലെ ജോലിയൊക്കെയാണ്. അത്തരം എന്തെങ്കിലും തീരുമാനങ്ങളോ ആലോചനകളോ ഉണ്ടാകും? അല്ല, അതെല്ലാം നമ്മൾ അടുത്ത ഘട്ടത്തിൽ പരിഗണിക്കും. മുൻകാലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള കായിക താരങ്ങൾക്ക് പാരിതോഷികങ്ങൾക്കൊപ്പം തന്നെ അവരുടെ ജോലി സാധ്യതയിൽ കൂടി നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെ കേരളത്തിൻ്റെ കായിക മേഖലയ്ക്ക് നേട്ടം കൈവരിച്ചുകൊണ്ട് വന്നിട്ടുള്ള ചെറുപ്പക്കാരെയും മത്സരാർത്ഥികളെയൊക്കെ തന്നെ അവരുടെ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ ഗൗരവകരമായ പരിഗണന അവർക്ക് നൽകും എന്നതുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിളിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവരെല്ലാം തന്നെ കേരളത്തിൽ തുടരാനുള്ള താല്പര്യമാണ് പ്രകടിപ്പിച്ചത്. ഞങ്ങൾ വളരെ വിവരമായൊക്കെ തന്നെ സംസാരിച്ചപ്പോൾ അവരെല്ലാം തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളെല്ലാം കേരളത്തിൽ തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെടുത്തൊരു തീരുമാനം സംസ്ഥാനത്തിൻ്റെ നിലവിൽ കായിക മേഖലയിൽ എടുക്കാനുള്ള ദേശീയ മത്സരങ്ങൾ ഉൾപ്പെടെ വിജയിച്ച മത്സരാർത്ഥികൾക്ക് നൽകുവാനുള്ള തുകയിൽ 2018 ശേഷം 2026 നമ്മളിപ്പോൾ നിന്ന് സംസാരിക്കുന്നത്. 2018 ശേഷം കായിക മേഖലയിൽ ഉയർന്ന മെഡലുകൾ കരസ്ഥമാക്കിയ, ദേശീയ തലത്തിൽ തന്നെ മത്സരങ്ങളിൽ നല്ല രീതിയിൽ പങ്കെടുക്കുകയും മെഡലുകൾ കരസ്ഥമാക്കുകയും ചെയ്ത മത്സരാർത്ഥികൾക്ക് നൽകാനുണ്ടായിരുന്ന കുടിശ്ശിക അതിന്ന് ഏതാണ്ട് 11 കോടി രൂപയിലധികം വന്നു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അത് നേരത്തെ കൊടുത്തു തീർക്കേണ്ടതായിരുന്നു.
വളരെ വലിയ തുകയൊന്നുമില്ല, ഓരോ മത്സരാർത്ഥിയെ സംബന്ധിച്ചും വളരെ ചെറിയ ചെറിയ തുകകൾ മാത്രമാണ്. പക്ഷേ കഴിഞ്ഞ കാലത്തെ ഗവൺമെൻറ് സമയത്ത് 8 വർഷക്കാലം ഒരൊറ്റ താരത്തിന് പോലും പണം അനുവദിച്ചില്ല. ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത് മെഡലുകൾ കരസ്ഥമാക്കിയ മത്സരാർത്ഥികൾക്ക് അർഹതപ്പെട്ട അംഗീകാരം നൽകിയില്ല. അത് നൽകാനുള്ള ഒരു തീവ്ര യത്നത്തിലാണ് സർക്കാർ നിൽക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ 1.5 കോടി രൂപ കഴിഞ്ഞ വർക്കിംഗ് ഗ്രൂപ്പിൽ ഞങ്ങൾ തീരുമാനമെടുക്കുകയും അതിൻ്റെ ഭാഗമായി മുൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലുള്ള കുടിശ്ശിക 1.5 കോടി രൂപ നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ശേഷിക്കുന്ന തുകയും ഘട്ടം ഘട്ടമായി മുൻ മത്സരാർത്ഥികൾക്ക് നൽകാനുള്ള കുടിശ്ശിക തുക നൽകാൻ വേണ്ടി കൂടുതലൊരു തീരുമാനം കൂടി നേരത്തെ തന്നെ എടുത്തിട്ടുള്ളതാണ്. അത് മുഴുവൻ കൊടുത്തു തീർത്തു. ഉടനെ തന്നെ കൈമാറും. ക്യാബിനറ്റ് ഡിസിഷൻ്റെ ഭാഗമായിട്ട് വന്നാണ്. ഇനി അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്താൽ ഉടനെ തന്നെ കൈമാറും. അത് കായിക വകുപ്പിൻ്റെ റിപ്പോർട്ട് ബഹുമാനായ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൈമാറിയതാണ്. ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ആ വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് പോകേണ്ടതെന്ന് കണക്കാക്കുന്നില്ല. എന്തായാലും 2018 മുതൽ 26 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ കേരളത്തിന് വേണ്ടി വിവിധ മത്സരങ്ങളിൽ മെഡൽ നേടുകയും നല്ല രീതിയിൽ മത്സരങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത ഒട്ടനവധി കായിക താരങ്ങൾക്ക് അവർക്ക് കൊടുക്കേണ്ട വളരെ ചെറിയ പ്രൈസ് മണി പോലും കൊടുക്കാതിരുന്ന സമയത്താണ് 200 കോടി രൂപ ചെലവഴിച്ച് കേരളത്തിനകത്തേക്ക് മെസ്സിയെ കൊണ്ടുവരുന്ന ഒരു പ്രൊജക്റ്റുമായി കഴിഞ്ഞ ഗവൺമെൻറ് മുന്നോട്ട് പോയത്. ആ താല്പര്യത്തെ കാണാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. അതൊരു വലിയ താല്പര്യം തന്നെയായിരുന്നു. ശേഷം പറഞ്ഞത് റിപ്പോർട്ട് വന്ന ശേഷം പറഞ്ഞത് സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള ഇടപാടാണ്, സർക്കാരിന് നഷ്ടം ഉണ്ടാവില്ല എന്നൊക്കെയാണ്. പക്ഷേ അവിടുത്തെ ഇന്ത്യൻ അംബാസഡർക്ക് പോലും ഇവിടുത്തെ സംസ്ഥാന സർക്കാർ കത്തയച്ചിരിക്കുകയാണെങ്കിൽ തമ്മിൽ AFN തമ്മിലുള്ള കരാർ ലംഘനത്തിൽ അതിൽ ഇടപെട്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരാണെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്. അല്ല, സംസ്ഥാന ഗവൺമെൻറ്റിന് സാമ്പത്തികമായ നഷ്ടമുണ്ടോ നഷ്ടമില്ലേ എന്നുള്ളതല്ല. ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നടത്തേണ്ടുന്ന ഇടപെടലുകളിൽ പാലിക്കേണ്ട ജാഗ്രതയും പാലിക്കേണ്ട പ്രൊസീജിയേഴ്സും പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രശ്നം. സർക്കാരിൻ്റെ പേര്, സർക്കാരിൻ്റെ സ്റ്റേഡിയം, ഭരണയന്ത്രം, കേന്ദ്രാനുമതി അപേക്ഷകൾ, ചീഫ് സെക്രട്ടറി തല യോഗങ്ങൾ, വിദേശ പണമടവ് സൗകര്യപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങൾ, അതെല്ലാം ഒരു സ്വകാര്യ ഇവൻ്റ് മാനേജ്മെൻറ്റിന് സർക്കാർ എൻഡോഴ്സ് ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് ആ സ്വകാര്യ ഇവൻ്റ് മാനേജ്മെൻറ്റിനെ സെലക്ട് ചെയ്തത്? അതിന് മറ്റെന്തെങ്കിലും മുഖ്യമന്ത്രി ചോദിച്ച പോലെ മറ്റേതെങ്കിലും രീതിയിൽ ഒരു ഓപ്പൺ കോൾ ഉണ്ടായിരുന്നു? അവരെ ഏത് രീതിയിലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചുമതലപ്പെടുത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്? അവരും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും തമ്മിൽ കരാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കൊണ്ടായില്ലല്ലോ. സർക്കാരിൻ്റെ കൈവശം അത്തരം രേഖകളില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലുള്ള പല കാര്യങ്ങളും പല ഫയലുകളും ഇവിടെ ലഭ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ച് കൂടുതലായി അന്വേഷിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ കരാറ് ഇപ്പോൾ തന്നെ പറയുന്നത് അത് രഹസ്യ സ്വഭാവമുള്ള കരാറാണ് എന്നാണ് പറയപ്പെട്ടിരുന്നത്. ആർക്കും ലഭ്യമായിരുന്നില്ല. ഇവിടെ ഗവൺമെൻറ് ഫയലിലില്ല. പക്ഷേ ഡൽഹി ഹൈക്കോർട്ടിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട് സബ്മിറ്റ് ചെയ്യപ്പെട്ടതിൽ ആ കരാറുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഗവൺമെൻറ് കൈവശം അത്തരം ഒരു കരാർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൈവശം ആ കരാറിൻ്റെ വിശദാംശങ്ങളില്ല എന്നിരിക്കെ ഗവൺമെൻറ് എന്തിനാണ് മറ്റെല്ലാ സൗകര്യങ്ങളും ഓഫർ ചെയ്യുന്നത്? എന്തിനാണ് മറ്റ് കത്തിടപാടുകൾ വീണ്ടും വീണ്ടും നടത്തുന്നത്? ഗവൺമെൻറ്റിൻ്റെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും അതിനുവേണ്ടി ഒരുക്കി കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യേണ്ട സാഹചര്യം എന്താണുള്ളത്? അപ്പോൾ ഗവൺമെൻറ്റിന് പരിപൂർണമായും ബോധ്യമില്ലാത്ത ഒരു സ്വകാര്യ കരാറിന് വേണ്ടി ഗവൺമെൻറ് നിന്ന് കൊടുക്കേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിശദമായ പരിശോധന സ്വാഭാവികമായിട്ടും നടത്തപ്പെടേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് അത് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളതും ആ പരിശോധന നടക്കുന്നു. അല്ല, പണം കൊടുത്തില്ലേ എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ ഇവിടെ ഒരു അപേക്ഷ വന്നാൽ, ഒരു പ്രപ്പോസൽ വന്നാൽ, ഒരു കത്ത് വന്നാൽ, ആ കത്ത് എങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യേണ്ടത്? അതെങ്ങനെയാണ് തപാൽ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത്? അതെങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇതിനൊക്കെ വളരെ കൃത്യമായി തന്നെ ഒരു പ്രൊസീജിയർ പറഞ്ഞു വെക്കുന്നുണ്ട്. റൂൾസ് ഓഫ് ബിസിനസ്സിൽ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അത്തരം നടപടിക്രമങ്ങളൊന്നും തുടക്കം മുതലേ പാലിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ തുടക്കം മുതലേ തന്നെ ഗവൺമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റും എങ്ങനെ ഇവർക്ക് അനുകൂലമായി, ഈ സ്വകാര്യ ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് അനുകൂലമായി അവരെങ്ങനെയാണ് ഇതിൽ ട്രൂപ്രൊഡൻ്റ് LLC എന്ന് പറയുന്ന
അർജന്റീനയുമായി കരാറിൽ ഏർപ്പെടുന്ന ആ കമ്പനിയുമായി ബന്ധപ്പെട്ടത് എന്നടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തതക്കുറവ് വകുപ്പിൻ്റെ മുൻപിലുണ്ട്. നമുക്ക് കൃത്യമായ വ്യക്തമായ ഫയലുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ അതാണ് പരിശോധിക്കപ്പെടേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ തമ്മിലുണ്ടായ കരാർ സർക്കാർ കണ്ടിട്ടില്ലല്ലോ. സർക്കാർ എന്ന് പറയുന്നത് മന്ത്രിയും മന്ത്രി ചുമതലപ്പെടുത്തിയ സ്പോൺസറും അവർ മാത്രം കണ്ടതുകൊണ്ടായില്ലല്ലോ. വകുപ്പിൽ അത് ഉണ്ടാകണ്ടേ, ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഉണ്ടാകണ്ടേ, അതുണ്ടാകുന്നില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആധികാരികമായി നമുക്ക് പറയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് സാധിക്കില്ല. അല്ല, അത് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അത് ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ച് ആ പരിശോധന പൂർത്തിയാക്കപ്പെടുന്നതിന് മുമ്പ് മുഴുവൻ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആരും അതിനെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ പറയാത്തത്. എന്നാൽ കൂടി നിങ്ങൾ മാധ്യമങ്ങൾക്ക് കുറേയേറെ കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് 2022 അന്ന് വേൾഡ് കപ്പ് കഴിയുന്നത്. അതിനുശേഷം 2022 അവസാനമാണ് ഒരു ഇൻവിറ്റേഷൻ, ഒരു അഭിനന്ദന കത്ത് ഇവിടെ നിന്ന് കൊടുക്കുന്നത്. അതിനൊരു മറുപടി വരുന്നു. അതുപോലെ തന്നെ ഗോട്ടാഡ് എന്ന് പറയുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയിൽ നിന്ന് മന്ത്രിയുടെ പേഴ്സണൽ ഇമെയിലിലേക്ക് ഒരു കത്ത് വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മെസ്സിയെ കൊണ്ടുവരാനും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ ഇവിടെ കൊണ്ടുവരാനൊക്കെ അവർ തയ്യാറാണെന്ന് പറയുന്നു. തുടർന്ന് അതിന് മറുപടി അയക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മറ്റൊരു കത്ത് വരുന്നു. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെലവുകളും അവർ വഹിച്ചോളാമെന്ന് പറയുന്നു. അതിനുശേഷം ആ കത്തിടപാടുകൾ മുന്നോട്ട് പോകുന്നു. 2 വർഷക്കാലം കഴിയുമ്പോൾ ആ കത്തിടപാടുകളുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ PS ആയിരുന്ന ശ്രീ സത്യപാലൻ്റെ ഒരു നോട്ട് മുഖാന്തരം സെക്രട്ടറിക്ക് കൈമാറുന്നു. അതുവരെ സെക്രട്ടറിക്ക് സംബന്ധിച്ച് ഈ വിവരങ്ങളെ സംബന്ധിച്ച് അറിവില്ല. ഇപ്പോൾ 2 വർഷക്കാലം ഇത്തരം കത്തിടപാടുകൾ മന്ത്രിയുടെ ഇമെയിലിൽ നിന്ന് ഇത്തരത്തിൽ ഈ പറയുന്ന ഗോട്ടാടുമായും അതോടൊപ്പം തന്നെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള ഇമെയിലിലേക്ക് പരസ്പരം നൽകിയിരുന്നു. അപ്പോൾ അങ്ങനെയല്ല അതൊരു കാര്യം കൈകാര്യം ചെയ്യേണ്ടത്. അത് അത്തരത്തിലല്ല ഒരു ഒഫീഷ്യൽ മാറ്റർ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ റൂൾസ് ഓഫ് ബിസിനസ്സിൽ വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ വലിയ ലംഘനങ്ങളുണ്ടായി. മാത്രമല്ല അതിനുശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ഗോട്ടാട് എന്ന് പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിയുടെ ഇടപെടൽ കാണുന്നില്ല. പിന്നെ അത് RBC ആയി മാറുന്നു. അപ്പോൾ RBC എങ്ങനെയാണ് പ്രൊക്യൂർമെൻറ്റ് ചെയ്തത്, RBC എങ്ങനെയാണ് ഈ കരാറിൻ്റെ ഭാഗമായി വന്നത് എന്നടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ഫയലുകൾ കാണുന്നില്ല. അവർക്ക് സ്റ്റേഡിയം അവൈലബിൾ ആകുന്നു. ആ സ്റ്റേഡിയത്തിൻ്റെ അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും അവ്യക്തം നിൽക്കുന്നു. മാത്രമല്ല ഇത് അർജന്റീന ഫുട്ബോൾ ക്ലബ്ബ് ടീം ഇവിടേക്ക് വന്നാൽ മെസ്സി ഒരു ചെറിയ താരമല്ലല്ലോ, ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള കളിക്കാരനാണ്. ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്ന ഒരു ഫുട്ബോളറാണ്. ലാറ്റിൻ അമേരിക്കയിൽ ഒഴികെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളിലും ഇതിൻ്റെ സംരക്ഷണാവകാശം RBCക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ ടിക്കറ്റിങ്ങിൻ്റെ വരുമാനം ആർക്കാണ്? ഇതിൻ്റെ എക്സ്പെൻസ് 200 കോടിയാണ് കണക്കാക്കപ്പെടുന്നത്. വരുമാനം 82 കോടി കിട്ടുമെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള ആ തുക ആര് ചെലവഴിക്കും? അപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ ആ തുകയെപ്പറ്റി പരാമർശമില്ല, ധനക്കമ്മയെപ്പറ്റി പിന്നെ പരാമർശമില്ല. അതിനുശേഷം പിന്നീട് വരുമ്പോൾ ഈ എക്സ്പെൻസ് ആര് വഹിക്കുമെന്ന് നോക്കുമ്പോൾ സ്വകാര്യ വ്യക്തി വഹിക്കും. സ്വകാര്യ വ്യക്തി എക്സ്പെൻസ് വഹിക്കുമ്പോൾ സർക്കാരിൻ്റെ മെഷീനറി അതിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. കത്തിൽ തന്നെ ആദ്യത്തെ മെയിലിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, സർക്കാർ ഇതിൻ്റെ ഫ്രണ്ട് ഫേസായി നിൽക്കണമെന്ന് പറയുന്നു. അപ്പോൾ സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക പരിവേഷം ഉപയോഗിക്കപ്പെടുന്ന ഒന്നിൽ അതുമായി ബന്ധപ്പെട്ട കരാറിലൊക്കെ ഗവൺമെൻറ് വ്യക്തത ഉണ്ടാകണം. അപ്പോൾ ആ വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട പല കരാറുകളിലും ഇല്ല. ലാഭം ആർക്കാണ്? നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടം ആർക്കാണ്? മെസ്സി ഇവിടെ വന്നു, ഇവിടെ പന്തുകളി നടന്ന് അതിൻ്റെ ലാഭം ഉണ്ടായി, ടിക്കറ്റിങ്ങിൻ്റെ ലാഭം, അതിൻ്റെ നികുതി, സ്റ്റേഡിയത്തെ മറ്റ് പരസ്യ വരുമാനങ്ങൾ, മറ്റ് ഇതര വരുമാനങ്ങൾ, ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ വരുമാനങ്ങൾ, ഇതൊക്കെ ആർക്കാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകണമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ആ ഫയൽ മൊത്തം അവ്യക്തമാണ്. അപ്പോൾ തുടക്കം മുതലേ തന്നെ അവ്യക്തമായ ചില കാര്യങ്ങളുടെ പുറകെയാണ് അതുണ്ടായിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഇനി ഈ പണം $15 മില്യൺ 2 കളികൾക്ക് വേണ്ടി പറയപ്പെട്ടിരുന്നത്. അത് 2-ൽ നിന്ന് 1 ചുരുങ്ങിയപ്പോഴും പണം കുറയ്ക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ അധികമായ പണം കൈമാറിയോ? ഇനി വിദേശ പണ ഇടപാട് നടത്താനുള്ള അനുവാദം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചു എന്നുള്ളത് കൊണ്ട് ഈ കരാറ് പരിശുദ്ധമാകുന്നില്ല, ഈ ഇടപാടും ക്ലിയർ ആകുന്നില്ല. അതിൽ തന്നെ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അന്തിമ അനുമതികൾക്ക് വിധേയമാണ്. മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട്, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ സമ്മതപത്രവുമായി ബന്ധപ്പെട്ട്, ഫിഫയുമായി ബന്ധപ്പെട്ട്, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി ബന്ധപ്പെട്ട്, ഇതാണല്ലോ എൻ്റെ ഒരു ഒഫീഷ്യൽ ട്രാക്ക് എന്ന് പറയുന്നത്. ഇവിടെ കേരളത്തിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ട്, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഉണ്ട്, ഫിഫയുണ്ട്, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ട്. ഈ രീതിയിലൊന്നുമല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരു പ്രൊസീജിയറിലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. സ്പോൺസർഷിപ്പിനെ സംബന്ധിച്ചിട്ട് വെറുമൊരു സ്പോൺസർഷിപ്പ് അല്ലല്ലോ, ഒരു വലിയ വാണിജ്യ കരാറാണ്. നേരത്തെ പറഞ്ഞ പോലെ ലാറ്റിൻ അമേരിക്ക ഒഴികെയുള്ള മറ്റെല്ലാവരുടെയും സംരക്ഷണാവകാശമുണ്ട്. പരസ്യം, ലൈസൻസിങ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള 70% വരുമാനം RBCക്കും 30% വരുമാനം AFAക്കുമാണെന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങളും സംസ്ഥാനത്തിൻ്റെ പേരും ഉപയോഗിച്ച് ഒരു സ്വകാര്യ കമ്പനി നടത്തിയ ഒരു വലിയ വാണിജ്യ ഇടപാടിൻ്റെ ഇടനിലക്കാരായി നിൽക്കേണ്ട ബാധ്യത ഗവൺമെൻറ് സംവിധാനങ്ങൾക്കുണ്ടായിരുന്നില്ല.
അതിലെങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ ഉണ്ടായെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കാരണം അത് കായിക വകുപ്പിൻ്റെ കീഴിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല എന്നുള്ളതുകൊണ്ടാണ് ധനവകുപ്പും നിയമവകുപ്പും ആ വിഷയത്തിൽ പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് കൈമാറിയത്. ധനവകുപ്പ് നേരത്തെ തന്നെ കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തുകയും അതിൻ്റെ ഭാഗമായി ചില കണ്ടെത്തലുകൾ നടത്തുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ അന്വേഷണം പിന്നീട് മുന്നോട്ട് പോയില്ല. അത് ഇടയ്ക്ക് വെച്ച് എവിടെ വെച്ച് നിന്നുപോയി. എവിടെ വെച്ച് നിന്നു എന്നുള്ളത് അടുത്ത പരിശോധനയിൽ വ്യക്തമാക്കപ്പെടും. അപ്പോൾ അത് ഈ ഗവൺമെൻറ് മാത്രം കണ്ടെത്തിയ കാര്യങ്ങളല്ല. അത് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് തന്നെ ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇതിലൊരു അന്വേഷണം ഉണ്ടായിരുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദമായ കാര്യങ്ങൾ ധനവകുപ്പിൻ്റെയും നിയമവകുപ്പിൻ്റെയൊക്കെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. അതാണ് അതേപ്പറ്റി പ്രാഥമികമായിട്ട് ഇപ്പോൾ വ്യക്തമായിട്ടൊരു അന്വേഷണം വകുപ്പ് തലത്തിൽ നടന്നല്ലോ. അതുകൊണ്ടാണല്ലോ അത് കൈമാറിയത്. ഇനി ബാക്കി വ്യക്തമായിട്ടൊരു അന്വേഷണം അത് ഏത് അന്വേഷണം വേണമെന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് ഗവൺമെൻറ് ആലോചിച്ച് തീരുമാനിക്കും. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ പറ്റിയാണ് പരാതി പല കോളുകളും വരുന്നത്. അദ്ദേഹം ദീർഘനാൾ കഴിഞ്ഞ സർക്കാർ പുറത്തു നിർത്തിയ ഉദ്യോഗസ്ഥനാണ്. അതിന്റെ പക തീർക്കാൻ വേണ്ടി അല്ല, അങ്ങനെയൊന്നും അത് കണക്കാക്കി പോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഫയലുകളാണല്ലോ ഇവിടെ പരിശോധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഫയലുകൾ എന്തായാലും അദ്ദേഹം പുറത്തുനിന്ന കാലത്ത് അദ്ദേഹം തയ്യാറാക്കിയ ഫയലല്ലല്ലോ, അത് ഇവരെല്ലാം തന്നെ തയ്യാറാക്കിയ ഫയലുകളല്ലേ. അപ്പോൾ അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അങ്ങനെ ആരോടും പക തീർക്കേണ്ട സാഹചര്യം സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചില്ല. ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തിയത് പോലും ആരോടെങ്കിലും പക തീർക്കാൻ വേണ്ടിയിട്ടല്ല. ഒന്ന് മലപ്പുറത്ത് നിന്ന് അടക്കമുള്ള ഒരുപാട് ഫുട്ബോൾ പ്രേമികളുടെ പരാതികളുണ്ടായിരുന്നു. മെസ്സി വരുമെന്ന് പറഞ്ഞിട്ട് അത് ഏത് ഘട്ടത്തിലാണ് നിന്ന് പോയത് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണമെന്ന്. മെസ്സിയെ കൊണ്ടുവരാൻ വീണ്ടും ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരുപാട് കത്തുകൾ നമുക്കുണ്ടായിരുന്നു. ഒരുപാട് അപേക്ഷകൾ പിന്നെ ആവശ്യങ്ങൾ സോഷ്യൽ മീഡിയ മുഖാന്തരം അല്ലാതെയൊക്കെ നമ്മളോടൊക്കെ ആവശ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ മെസ്സി വരാനുണ്ടായിരുന്ന സാഹചര്യം വീണ്ടും നിലനിൽക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കാനുള്ളൊരു സാവകാശം ഉണ്ടാവില്ലേ. അങ്ങനെ പരിശോധിക്കുമ്പോൾ അതിനകത്ത് കണ്ട ചില പിന്നെ ധാരണക്കുറവുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതലായി നടത്തേണ്ടതായി വന്നു. പരിശോധിച്ച് നോക്കിയപ്പോൾ സ്വാഭാവികമായും അതിലെ കാര്യങ്ങൾ ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണെന്ന് തോന്നി. അത് കായിക വകുപ്പ് പൂഴ്ത്തിവെക്കപ്പെടേണ്ട ഫയലാണ് എന്ന് തോന്നിയില്ല. അതുകൊണ്ട് ആ ഫയൽ കൈമാറി. ഇതൊരു 2-3 ആഴ്ചയായി നടക്കുന്ന കാര്യങ്ങൾ പിന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ നേരത്തെ തന്നെ മാധ്യമങ്ങൾക്കൊക്കെ ഇതിൻ്റെ മറ്റ് വിവരങ്ങളൊക്കെ ലഭ്യമാക്കാമായിരുന്നല്ലോ. ഇവിടെ അന്വേഷണം നടക്കുമ്പോഴും അന്വേഷണ റിപ്പോർട്ട് എൻ്റെ കൈവശം വരുമ്പോഴും ഞാൻ കൈമാറുന്ന ഘട്ടത്തിൽ ഒന്നും തന്നെ ഒരു വിവരം പോലും ആർക്കും പോലും ലഭ്യമായിരുന്നല്ലോ. അപ്പോൾ ആരോടും പകയുടെ പ്രശ്നമൊന്നും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചില്ല. ഇപ്പോൾ ഒരു സ്വകാര്യ ചാനൽ പറയുന്ന പോലെ അവരോട് പക തീർക്കാൻ വേണ്ടിയിട്ടൊന്നും ആരും ഇതിൻ്റെ പുറകിൽ ഇറങ്ങി നടക്കുന്നതല്ല. ഇതൊരു ഗവൺമെൻറ് തലത്തിൽ നടത്തപ്പെടുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത കുറവുണ്ടായിരുന്നെങ്കിൽ അത് പരിശോധിക്കൽ തെളിയപ്പെടുമ്പോൾ നമ്മളത് റിപ്പോർട്ട് ചെയ്യണം. ഏതാ കൈവകുപ്പിൻ്റെ ഉത്തരവാദിത്തം. അല്ല, നമുക്ക് പരാതികളുണ്ടായിരുന്നു. ആ പരാതികളെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തേണ്ടത് സാഹചര്യം ഉണ്ടായിരുന്നു. ഫയലുകളിൽ കാണിക്കപ്പെട്ടിരുന്ന അങ്ങനെയാണ്. ഫയലുകളിൽ കാണിക്കപ്പെട്ടിരുന്ന വിവരങ്ങൾ ആ തരത്തിലാണ് ഉണ്ടായിരുന്നത്. ഒരൊറ്റ ഫിനാൻഷ്യൽ എക്കോസിസ്റ്റത്തിൽ പെടുന്നതായിട്ടാണ് ഫയലിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കപ്പെട്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഒന്ന് നിൽക്കുന്നത് ഗോട്ടാട് മാറി RBC വരുമ്പോൾ ഒരേ പോസ്റ്റൽ അഡ്രസ്സിലും അതുപോലെ തന്നെ ഓരോ ഇക്കോസിസ്റ്റത്തിലും പെടുന്ന ഒന്നാണെങ്കിൽ അതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതായിരുന്നു. അന്ന് അത് പരിശോധിക്കപ്പെടണം. അതിൻ്റെ ഡ്യൂ ഡിലിജൻസ് പരിശോധിക്കപ്പെടേണ്ടതായിരുന്നു. അതുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ ഗോട്ടാട് എന്ന് പറഞ്ഞ കമ്പനി രൂപീകരിക്കപ്പെട്ടത് വെറും 20 ദിവസം മുമ്പാണ്. ഈ കത്ത് അയക്കപ്പെടുന്നതിന് 20 ദിവസം മുമ്പ് മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു കമ്പനിയാണ്. 1 ലക്ഷം രൂപയോ മറ്റോ ആണ് അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി പറയുകയാണ് ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് സ്വാഭാവികമായിട്ട് അത് പരിശോധിച്ചിട്ട് വേണമല്ലോ അതിന് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാൻ. അവർ മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള പ്ലെയേഴ്സിനെ ഇന്ത്യയിലേക്ക് എത്തിച്ച ഒരു ഏജൻസിയാണോ? അന്താരാഷ്ട്ര നിലവാരമുള്ള ഏതെങ്കിലും മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ട മുൻപരിചയം അവർക്കുണ്ടോ? അവർക്ക് ഇതിനു മുമ്പ് ഏതെങ്കിലും വലിയ രീതിയിലുള്ള ബ്രാൻഡിങ് നടത്തിയുള്ള പരിചയങ്ങളുണ്ടോ? അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പോലും 1 ലക്ഷം രൂപ മാത്രമാണെന്നിരിക്കെ കോടാനുകോടി ചെലവ് വരുന്ന ഒരു ഇവന്റ് നടപ്പാക്കി എടുക്കാനുള്ള മുഴുവൻ ചെലവും അവർ വഹിക്കാമെന്നാണ് അവർ കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം അവരെ സംബന്ധിച്ച് എന്താണ്? അവരെവിടെ നിന്ന് ഈ പണം കണ്ടെത്തും? അവരെങ്ങനെ ഈ ഇവന്റ് നടത്തും എന്നതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്തിയതിന് ശേഷം മാത്രം വേണമായിരുന്നു അതുമായി മുന്നോട്ട് പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം പരിശോധനകൾ നടത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് തുടക്കം മുതലേ ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ പോരായ്മ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് പരിശോധിക്കപ്പെടട്ടെ. പിന്നെ അവരെല്ലാം ഉന്നയിക്കപ്പെടുന്ന പോലെ അവരുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ പരിശോധന തെളിയുമല്ലോ. അതിലിപ്പോൾ പിന്നെ മറ്റു പ്രയാസങ്ങളുടെ ആവശ്യമില്ല. വകുപ്പിൻ്റെ കയ്യിൽ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ ഫയലുകളിൽ പലതും മിസ്സിംഗ് ആണ്. ഫയലുകളിൽ പല കാര്യങ്ങളും കാണുന്നില്ല. അതുകൊണ്ട് അത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് അന്വേഷിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് അത് പിന്നെ മുഖ്യമന്ത്രി കൈമാറി. അത് അവിടെ ഏത് അന്വേഷണം നടത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് അത് പഠിച്ചതിന് ശേഷം ഗവൺമെൻറ് ഒരു തീരുമാനം പ്രഖ്യാപിക്കും, അന്വേഷണം പ്രഖ്യാപിക്കും. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ആരും കുറ്റക്കാരില്ലെങ്കിൽ ആരും കുറ്റക്കാരാകുന്നില്ല. അതല്ല, ആരെങ്കിലും കുറ്റക്കാരാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി മറ്റു നടപടി എടുക്കേണ്ടതായിട്ട് വരും. അത്രേ കാര്യത്തിലുള്ളൂ. കായിക പ്രേമികളുടെ ഒരുപാട് പരാതികളൊക്കെ ലഭിച്ചു എന്ന് പറയുന്നത് കഴിഞ്ഞ സർക്കാർ പരാജയപ്പെട്ടത് ഈ സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടി അല്ല, കഴിഞ്ഞ സർക്കാരിന് ആരോ എവിടെയോ വരുന്നൊരു അയച്ച ഇമെയിലിൽ അവർ ഇറങ്ങിപ്പോയി നടത്തിയ ഒരു അനധികൃതമായ ഒരു ഇടപെടൽ അത് ഈ സർക്കാർ തുടരേണ്ട ആവശ്യം എന്താ ഉള്ളത്? മെസ്സിയെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ പറയില്ല. മെസ്സിയെ എന്നോട് എല്ലായ്പ്പോഴും തുടക്കം മുതലേ നിങ്ങളെല്ലാവരും ചോദിക്കാറുള്ള കാര്യമാണ് മെസ്സി ഇവിടേക്ക് വരുമോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കാറുള്ള കാര്യം.
ഞാൻ പറയുന്നത് മെസ്സി ഇവിടേക്ക് വരുമെന്നുള്ളതല്ല, ഇവിടെ നിന്ന് കുറച്ച് മെസ്സിമാരുണ്ടാവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അപ്പോൾ ആ പണി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാട്ടിലെ ഗ്രൗണ്ടുകളിൽ കളിക്കുന്ന കുട്ടികളിൽ ഒരുപാട് മെസ്സിമാരുണ്ട്, ഒരുപാട് നെയ്മർമാരുണ്ട്, ഒരുപാട് പിന്നെ മറ്റ് പ്രമുഖ ഫുട്ബോൾ കളിക്കാരെ പോലെ തന്നെ പ്രഗത്ഭരാകാൻ സാധിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അവരൊക്കെ ലിഫ്റ്റ് കൊണ്ടുവരാനുള്ള പണികൾ നോക്കാം നമുക്ക്. അതാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഈ കായിക മേഖലയെ മൊത്തത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ളതിനേക്കാൾ ഇരട്ടി തുക പാരിതോഷികമായി പ്രഖ്യാപിച്ചത്. അവരുടെ പ്രൈഡ് ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവരാരും മറ്റ് സംസ്ഥാനങ്ങളിലെ പിന്നെ മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കണ്ട് ഞങ്ങളുടെ സംസ്ഥാനം ഞങ്ങളെ അവഗണിച്ചു എന്ന ചിന്ത അവർക്കുണ്ടാകാൻ വേണ്ടി പാടില്ല. അവരെ ഏറ്റവും അഭിമാനത്തോടു കൂടി ചേർത്ത് നിർത്താൻ തീരുമാനമെടുത്തത്. ഗ്രാസ് ലെവലിൽ നിന്ന് അക്കാഡമികൾ ഉണ്ടാവണം. അത് മാത്രമല്ല, ഈ ഇപ്പോൾ നമ്മൾ മെസ്സി കളിക്കുന്നത് 16 വയസ്സിൽ മെസ്സി ഇന്റർനാഷണൽ ലെവൽ കളിക്കുമ്പോൾ ഇവിടുത്തെ കായിക താരമായ CK വിനീത് വയസ്സിലാണ് CK വിനീത് നമ്മൾ കണ്ടെത്തുന്നത്. അത്തരത്തിലൊരു ഗ്രാസ് റൂട്ടിലുള്ള അക്കാഡമികൾ വേണം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണം. അതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് മെസ്സിയെ പോലെ അല്ല, അതാണല്ലോ നമ്മൾ പറഞ്ഞത്. നമ്മളുടെ ഒരു പിന്നെ സ്വപ്നമാണ് പറഞ്ഞത്, അല്ലാതെ 5 വർഷം കൊണ്ട് ഇവിടെ പെട്ടെന്നൊരു മെസ്സി ഉണ്ടാക്കുന്നുള്ളതല്ല. അത് മെസ്സി തന്നെ മറ്റൊന്ന് ആയിട്ട് മാറുക എന്നുള്ളത് പറയുന്നത് പ്രായോഗിക കാര്യമല്ല. അദ്ദേഹത്തിന് പകരം മറ്റൊരാളില്ലാന്ന് തന്നെയാണ് അവരുടെ അർജന്റീനൻ ടീമിൻ്റെ കോച്ച് തന്നെ പറഞ്ഞത്. നമുക്ക് മെസ്സിയെ പോലെ ലോകം ആഗ്രഹിക്കുന്ന ഫുട്ബോളർമാരാകാൻ സാധിക്കുന്ന പ്രതിഭകളുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ടാകും. നമ്മൾ ഇവരെ കൊണ്ടുവരാമെന്ന് ആഗ്രഹിക്കുന്നത് ഞങ്ങളും ആഗ്രഹിച്ചിരുന്നതാണ്. മെസ്സി വരുന്നെങ്കിൽ നല്ലതാണല്ലോ എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. അതെന്തുകൊണ്ടാണ്? അവർക്ക് അത് ഉണ്ടാകുന്ന ഒരു പ്രചോദനമാണ്. അപ്പോൾ അത് അന്നത്തെ സാഹചര്യത്തിൽ ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഇനി നമുക്ക് കായിക മേഖലയിൽ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ ഓപ്പറേഷൻ കളറി എന്ന പേരിൽ കായിക വകുപ്പ് PPP പ്രൊജക്റ്റുകൾ പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ചതിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് കൂടുതൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഹോസ്റ്റലുകളിലെ സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ന്യൂട്രീഷൻ സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഗ്രൗണ്ടുകൾ, സ്റ്റേഡിയങ്ങൾ, പരിശീലകർ, കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിന് ഒരു പ്രപ്പോസൽ സമർപ്പിച്ചു. അതിലേറ്റവും പ്രധാനമായി നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങളിലൊന്ന് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ദേശീയ കോച്ചിങ് അക്കാഡമി, കോച്ചുമാർക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു അക്കാഡമി കേരളത്തിൽ തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുള്ള പ്രപ്പോസൽ കൂടിയാണ് നൽകിയത്. അത് വളരെ പോസിറ്റീവായി തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് അതിനോട് പ്രതികരിച്ചത്. കാരണം നമ്മളിനി ഇനി താരത്തെ മാത്രം കണ്ടതുകൊണ്ടായില്ല, അവരെ പരിശീലിപ്പിക്കുന്ന ആളുകളെ കൂടി നമുക്ക് കാണാതെ പോകാൻ വേണ്ടി സാധിക്കില്ല. അവർക്ക് വേണ്ടുന്ന മറ്റ് സൗകര്യങ്ങൾ കൂടി ഒരുക്കി കൊടുക്കണം. അപ്പോൾ അതിന് ഗവൺമെൻറ്റിനെ കൊണ്ട് മാത്രം ഈ നിക്ഷേപം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സ്വകാര്യ നിക്ഷേപം കൂടി കടന്നു വന്നാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള സൗകര്യം ഒരുക്കിയെടുക്കാൻ വേണ്ടി കഴിയുക. അപ്പോൾ അതുകൊണ്ട് സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ നമ്മൾ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രഖ്യാപനം നടത്തും. സ്പോർട്സ് കൗൺസിലിന്റെ പുനഃസംഘടന എന്തെങ്കിലും ആയിട്ടുണ്ടോ? ഈ സ്പോർട്സിൽ കുറേയേറെ മാറ്റങ്ങൾ വരുത്താനുണ്ട്. സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും കായിക വകുപ്പുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ ഒരു ചേഞ്ച് വരാനുണ്ട്. ആ ചേഞ്ച് വരും. അത് ചേഞ്ച് വരുത്താനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഗവൺമെൻറ് എടുക്കുന്നുണ്ട്. ഞാൻ ഒറ്റ വരിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. ബാക്കി ഞാൻ പത്രസമ്മേളനം നടത്തിയതിൻ്റെ ബാക്കി അങ്ങനെയല്ല. കേരളത്തിലെ സ്പോർട്സ് കൗൺസിലിൻ്റെയും അസോസിയേഷനുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് പലപ്പോഴും ഇത് അത്ലറ്റ് സെൻട്രിക് അല്ല. ഇതിൻ്റെ പലപ്പോഴും പ്രാധാന്യം കൊടുക്കപ്പെടുന്നത് സ്പോർട്സ് കൗൺസിലിൻ്റെ റൈറ്റ്സ്, സ്പോർട്സ് കൗൺസിലിൻ്റെ ഇമ്പോർട്ടൻസ്, അവരുടെ അധികാരങ്ങൾ, പിന്നെ അസോസിയേഷനുകളുടെ അധികാരങ്ങൾ, അസോസിയേഷനുകൾ പിരിച്ചുവിടപ്പെടാനുള്ള അധികാരങ്ങൾ, നിയമിക്കാനുള്ള അധികാരങ്ങൾ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടാണ് പലപ്പോഴും കായിക താരങ്ങളെ മറന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അസോസിയേഷനുകളാണെങ്കിൽ അവർ തമ്മിലുള്ള ഈഗോയുടെ പേരിൽ അവർ തമ്മിലുള്ള യുദ്ധങ്ങൾ കോടതിയിലേക്ക് കൂടി നീണ്ടു പോകുമ്പോൾ ഹൈക്കോടതി കയറി, സുപ്രീം കോടതി കയറി, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന കേസുകൾ. ഇതിൻ്റെയൊക്കെ പുറകിൽ നഷ്ടപ്പെടുന്നത് കേരളത്തിലെ കായിക താരങ്ങളുടെ അവസരങ്ങളും അവരുടെ ജീവിതമാണ്. ഇതൊരു പീക്ക് ടൈമിലാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സമയം. ഒരു ചെറിയ പ്രായത്തിലാണ് കായിക താരങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പീക്ക് പെർഫോമൻസ് ഉണ്ടാവുക. ആ പീക്ക് പെർഫോമൻസിൻ്റെ സമയം അവർക്കൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ അസോസിയേഷനുകളിലെ അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ അത്ലറ്റ് സെൻ്ററായ ഒരു പൊളിച്ചെടുത്ത് കേരളത്തിലെ കായിക മേഖലയിൽ ആവശ്യമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നിഗമനം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതൊരു ഫൈനലായതിനു ശേഷം ഞാൻ അറിയിക്കും. പക്ഷേ ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനോട് ആവശ്യമില്ല. കാരണം ഈ ബ്ലാസ്റ്റേഴ്സ് പോലുള്ള ഒരു ക്രിക്കറ്റ് കളിക്കാൻ അല്ലെങ്കിൽ ഫുട്ബോൾ ടീം വരുമ്പോൾ അവർക്ക് വേണ്ട സഹായം സർക്കാർ ചെയ്യുന്നില്ല. ക്രിക്കറ്റ് കളിക്കാൻ BCCIയുടെ മെയിൻ താരങ്ങൾ വരുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ചാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത്. കായിക താരങ്ങളും കായിക മത്സര ഇനങ്ങളും സെൻട്രിക് ആകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മൊത്തത്തിൽ മറിയണം, മൊത്തത്തിൽ മാറ്റിയെടുക്കണം. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കൂടി ഞങ്ങൾ പിന്നെ അധികം വൈകാതെ തന്നെ നിറവേറ്റും. ഈ PSUമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഈ പുരാരേഖ വകുപ്പിലെ ഒരു അസിസ്റ്റന്റ് കൺസർവേഷൻ ഓഫീസർ, അതൊരു താൽക്കാലിക തസ്തികയാണ്. അവിടേക്ക് ഒരു സ്ഥിര നിയമനത്തിന് വേണ്ടിയിട്ട് PSU ഒരു പരീക്ഷ നടത്തിയെന്നൊക്കെ പറയുമ്പോൾ ഒരു അട്ടിമറിയാണ്. കേരളത്തിലെ PSC ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ നല്ലതാണെന്നുള്ള അഭിപ്രായം അങ്ങേക്കുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഗവൺമെൻറ് നിയമിച്ച ചെയർമാനും ആ ഗവൺമെൻറ് നിയമിച്ച അംഗങ്ങളാണ് ഇപ്പോഴും അവിടെ ഇരുന്ന് കാര്യങ്ങൾ നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ തന്നെ PRDയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് തന്നെ ഏറ്റവും വ്യക്തമായിട്ട് അറിയാലോ, PRDയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പിന്നെ പ്രിസം ജീവനക്കാരെ എവിടെ വരെ പരിഗണിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തതയുള്ളതല്ലേ? ഗവൺമെൻറ്റിൻ്റെ സമയത്തുണ്ടായ ഭാഗത്തുണ്ടായ സമീപനം എങ്ങനെയാണ്? PSC തന്നെ നിർദ്ദേശിച്ചു എന്നടക്കമുള്ള നോട്ടുകളൊക്കെയാണ് പുറത്തു വന്നതൊക്കെ. മാത്രമല്ല അതുപോലെ തന്നെ പിന്നെ ഒരു വളരെ ഉയർന്ന തസ്തികയിലേക്ക് നടന്ന ഒരു പരീക്ഷയിലാണ്, 1,25,000 രൂപ ശമ്പളമുള്ള തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിലാണ് 10 ചോദ്യങ്ങൾ പരിശോധിക്കപ്പെടാതെ പോയത്. ആ 10 ചോദ്യങ്ങൾ കൂടി പരിശോധിക്കപ്പെട്ടിരുന്നെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ എത്ര മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. വലിയ മാറ്റം വരുമായിരുന്നില്ല റാങ്ക് ലിസ്റ്റിൽ. അപ്പോൾ ഇതൊക്കെ PSCയുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഇടപെടലൊക്കെ വളരെ ദുരൂഹമാണ്. PSCയെ സംബന്ധിച്ച് വളരെ കണിശമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. അതുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളിപ്പോൾ ഭരണത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ കൂടി എത്ര സമരം ഇപ്പോൾ തന്നെ PSC ഓഫീസിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നടന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം PSCയുടെ മത്സരാർത്ഥികളുടെ സമരപ്പന്തലിൽ പോയി DYFIയുടെ നേതാക്കന്മാർ പ്രസംഗിക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു. ആ ഉദ്യോഗാർത്ഥികളുമായും ഗവൺമെൻറ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തി. അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് 45 ദിവസത്തെ സമയത്തിനുള്ളിൽ വളരെ കൃത്യമായ മറുപടി കൊടുക്കാമെന്ന് അവർ വിളിച്ചു വരുത്തി ചർച്ച നടത്തി. കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഈ സമരം നടത്തി ആരെങ്കിലും വിളിച്ച് ചർച്ച നടന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു ചർച്ചയ്ക്കെങ്കിലും വിളിക്കുമായിരുന്നു. PSCക്കാരെ അല്ലെങ്കിൽ ആശാ വർക്കർമാരെ മറ്റുള്ള ആളുകളെ സമരം നടത്തിയാൽ ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാറുണ്ടായിരുന്നില്ല. ഗവൺമെൻറ് വളരെ പോസിറ്റീവായി PSC ഉദ്യോഗാർത്ഥികളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എത്രത്തോളം ആനുകൂല്യം കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അനുഭാവപൂർവ്വം അവരുടെ കാര്യങ്ങൾ പരിശോധിക്കാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ PSCയിൽ നടന്ന തട്ടിപ്പിനെയും വെട്ടിപ്പിനെയും സംബന്ധിച്ച് ഒരു വാക്ക് പോലും മിണ്ടാനുള്ള ആർജവം കാണിക്കാതെയാണ് DYFIയുടെ അഖിലേന്ത്യാ നേതാവും സംസ്ഥാന നേതാവും സമരപ്പന്തലിൽ പോയിരുന്നിട്ട് ഗവൺമെൻറ് വെല്ലുവിളിക്കുന്നത്, ഗവൺമെൻറ്റിനെതിരെ പറയുന്നത്. അവരുടെ കാലത്ത് ഈ റാങ്ക് ലിസ്റ്റ് 1.5 കൊല്ലം കൂടിയാണ് ബാക്കിയുള്ളത്. അതിന് മുമ്പുള്ള സമയം ഈ ഗവൺമെൻറ്റല്ലേ ഉണ്ടായിരുന്നത്. ഇവിടെ കാലാവധി കഴിയാതെ എത്ര റാങ്ക് ലിസ്റ്റിൻ്റെ കുട്ടികൾ ഈ സംസ്ഥാനത്തിനകത്ത് ഒരു നിയമനം പോലും കിട്ടാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. DYFIയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു? ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഭരണത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ഭരണം പോയി കഴിഞ്ഞപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് നേരെ സമരക്കാരുടെ വേഷമണിഞ്ഞ് നേരെ തെരുവിലേക്ക് ഇറങ്ങി വന്നാൽ അവരെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല, അവരുടെ പ്രസ്താവനകൾ ആരും കണക്കാക്കാൻ വേണ്ടി പോകുന്നില്ല. PSCയുടെ സുതാര്യത കളഞ്ഞെടുത്തത് ഇടതുപക്ഷ ഗവൺമെൻറ് ഭരണകാലഘട്ടത്തിലാണ്. നസീമും ശിവരഞ്ജിത്തിലും തുടങ്ങിയ പ്രശ്നങ്ങളാണ്. അന്ന് മുതൽ തുടങ്ങി, അത് അവിടെ അവസാനിച്ചു എന്നാണ് ജനം കരുതിയതെങ്കിൽ അന്ന് മുതൽ തുടങ്ങിയതാണ്. ആ പരീക്ഷയുടെ തട്ടിപ്പുകൾ KS വരെയുള്ള പരീക്ഷകൾക്കിടയിലേക്ക് വരെ ഇവർ വ്യാപിപ്പിച്ചിട്ടുണ്ട്. കോടാനുകോടിയുടെ തട്ടിപ്പുകളാണ് ഇതിൻ്റെ ഭാഗമായി പലപ്പോഴും നടത്തിയിട്ടുള്ളത്. ഡൽഹിയിൽ നടന്ന നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച പോലെ തന്നെ കേരളത്തിലെ PSCയുടെ ചോദ്യപേപ്പറുകളിലും ചോർച്ച ഉണ്ടായി എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അതിനെതിരെ ശക്തമായ സമരപരിപാടികൾ യൂത്ത് കോൺഗ്രസും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ബാക്കി നമുക്ക് പിന്നെ കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.